ആഗത ഓൾ അലോങ്, അല്ലെങ്കിൽ നമുക്ക് ഈ സീരീസിനെ അഗേത ഓൾ അലോങ് എന്നും കൂടി നമുക്ക് പറയാം. എനിക്ക് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. കാരണം മാർവലിന് തന്നെ ഈ ഒരു സീരീസിന് എന്ത് പേരിടണം എന്നുള്ളൊരു കാര്യത്തിൽ കൺഫ്യൂഷൻ തന്നെയായിരുന്നു. ഈ ലിസ്റ്റിൽ കാണിക്കുന്ന എല്ലാം സത്യം പറഞ്ഞാൽ ഇവർ ഈ ഒരു സീരീസിന് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ഒരു പേരാണ്. ആൻഡ് അവസാനം നമുക്ക് ലഭിച്ചിട്ടുള്ള ആഗത ഓൾ അലോങ് എന്ന് തന്നെയാണ്. പക്ഷെ പേരൊക്കെ അവിടെ ഇരിക്കട്ടെ, സത്യം പറഞ്ഞാൽ ഈ ഒരു സീരീസിന് എൻ്റെ പ്രശസ്തി എന്താ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെപ്പോലെ തന്നെ ഒട്ടുമിക്ക മാർവൽ ഫാൻസ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം വാൻഡ വിഷനിൽ ആ ഒരു കഥ അവസാനിച്ചു. അതിനുശേഷം ഡു യു ഗൈസ് കെയർ? അതായത് അഗേത ഹാർക്നെസ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ബാക്ക് സ്റ്റോറി കാണണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? കാരണം എന്നാൽ എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഒരിക്കലും അഗേത എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. വാൻഡ വിഷൻ സീരീസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എനിക്ക് പേഴ്സണലി എനിക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒരു വില്ലൻ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഓക്കെ, അത്രമാത്രം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓരോരുത്തരും വാൻഡ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നത് സ്കാർലറ്റ് വിച്ചിനെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് മാർവൽ ഇങ്ങനൊരു സീരീസ് ഇറക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സത്യം പറഞ്ഞാൽ ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ കൂടെ തന്നെ മാർവൽ ടെലിവിഷനൊക്കെ വരുന്നതിന് മുമ്പ് അവരുടെ ഒരു ടൈം ലൈനിൽ അവർ ചെയ്തു വെച്ച കുറേ സീരീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കാണും, കാരണം ഇതെല്ലാം കണക്റ്റഡ് ആക്കണം, അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കാണും, ഈ കണ്ടന്റ് എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുമെന്ന് വിചാരിച്ച് അവർ ഓൾറെഡി ചെയ്തു പോയ കുറേ കുറേ ദുരന്തങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷ തന്നെയാണ്, യെസ് മാർവൽ തിരിച്ചു വന്നിരിക്കുക തന്നെയാണ്. പക്ഷെ ഇപ്പം നമുക്ക് അത്യാവശ്യം മാർവൽ ചാകാൻ പോകുവാണെന്ന് നമുക്ക് പറയാം. കാരണം ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, ഷീ ഹൾക്കിൻ്റെ സീരീസോ അല്ലെങ്കിൽ മിസ് മാർവൽ സീരീസോ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ 2 എപ്പിസോഡ് എനിക്ക് അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. അതും കൂടി എടുത്ത് പറയണം, കാരണം ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സത്യം പറഞ്ഞാൽ തെണ്ടിത്തരം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 സീരീസ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യത്തെ 2 എപ്പിസോഡിൻ്റെ കാര്യം പറഞ്ഞേക്കണം, അത്ര മോശമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇത് ആരെങ്കിലും എന്നോട് വന്നിട്ട് ഞാൻ ഈ ഒരു സീരീസ് കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണ് എന്ന് പറയാനുള്ളൊരു സ്ട്രോങ് ഫാക്ടറും എനിക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ചെറിയ രീതിയിൽ നമുക്കൊരു ഒരു സ്പോയിലർ ഫ്രീ ആയിട്ടുള്ളൊരു സമ്മറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വാൻഡ വിഷൻ്റെ എൻഡിങ്ങിനകത്ത് അഗേതയുടെ പവർ ഫുള്ള് സ്കാർലറ്റ് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരി ഒരു സ്പെല്ലിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്പെല്ല് ഡിസ്ട്രോയ് ആയി. കാരണം കറൻ്റ്ലി നമ്മുടെ മൾട്ടിവേഴ്സി വാൻഡ മരിച്ചല്ലോ. സോ അങ്ങനെ ഒരു കാര്യം. സോ അതുകൂടാതെ തന്നെ ഡാർക്ക് ഹോൾഡ് കറൻ്റ്ലി മിസ്സിങ് കൂടി തന്നെയാണ് നമ്മൾ വാൻഡ വിഷനിൽ കണ്ടിട്ടുള്ളതും, അതുകൂടാതെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ കണ്ടിട്ടുള്ളത് തന്നെ. സോ അഗേത തിരിച്ച് ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുന്നു. പക്ഷേ കറൻ്റ്ലി പുള്ളിക്കാരിക്ക് പവറില്ല. സോ ഒരു പവർ കിട്ടണമെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു വിച്ച് ട്രയൽ നടത്തണം, അതിന് വേണ്ടിയിട്ടൊരു ടീമിനെ ഉണ്ടാക്കണം. അതാണ് ഈ ഒരു സീരീസിൻ്റെ കഥ. ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത രീതി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഒരു ഡിക്റ്റേറ്റീവ് സ്റ്റോറി പോലെയാണ് ആദ്യത്തെ എപ്പിസോഡിൻ്റെ ഒരു 70% നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു റിയാലിറ്റിയിൽ ഇത് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു 70% കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ച് എന്താണോ അഗേതയുടെ കഥ അതിലേക്ക് പോയി. യെസ്, അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റിയാലിറ്റി ആയിരുന്നു നമ്മൾ ആ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ഡിക്റ്റേറ്റീവ് സ്റ്റോറി. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഡിക്റ്റേറ്റീവ് സ്റ്റോറിക്കകത്തൊരു മിസ്റ്ററി ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. അഗേത ആരാണ് ഈ ഒരു ജെയിൻ ഡോയിനെ കൊന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നതെല്ലാം തന്നെ. എനിക്ക് ഈ ഒരു സീരീസ് പോയ ആ ഒരു ഡയറക്ഷനിലേക്ക് എനിക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആൻഡ് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത്. ഈ 2 എപ്പിസോഡ് കണ്ടിട്ടും നമ്മളെ ഇൻട്രസ്റ്റിംഗ് ചെയ്യിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഒരു സാധനം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഫോർ എ സേക്ക് ഓഫ് റിവ്യൂ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു സീരീസ് കണ്ടത്. പക്ഷേ ആദ്യത്തെ 2 എപ്പിസോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷീ ഹൾക്കിനേക്കാളും മിസ് മാർവലിനേക്കാളും ബെറ്റർ തന്നെയാണ്. ഇനിയും കുറേ എപ്പിസോഡ് 7 എപ്പിസോഡ് എങ്ങാണ്ട് ഇനിയും വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തം 9 എപ്പിസോഡ് എങ്ങാണ്ടാണ് ഈ ഒരു മിനി സീരീസിലുള്ളത്. സോ അത് ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ഫുൾ ആയിട്ട് ഈ ഒരു സീരീസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്താണെങ്കിലും വിലയിരുത്താനും സാധിക്കും. റീസെന്റ് നിങ്ങളൊരു ന്യൂസ് വായിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് EY പൂനെയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് വർക്ക് പ്രഷർ കാരണം പുള്ളിക്കാരി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നുള്ളൊരു സംഭവം. ആൻഡ് പുള്ളിക്കാരിയുടെ അമ്മ ഒരു മെയില് ആ ഒരു കമ്പനിയുടെ ഹെഡിന് അയച്ചിട്ട് വരെ ഒറ്റൊരു വ്യക്തി പോലും പുള്ളിക്കാരിയുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ പോലും വന്നിട്ടില്ലായിരുന്നു. സോ അതിനെക്കുറിച്ച് നമ്മളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു റീല് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ചെയ്തിട്ടുണ്ട്. സോ
എനിക്കറിയാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇനി നിങ്ങളും ഒരു കോർപ്പറേറ്റ് വേൾഡ് അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും വർക്ക് പ്രഷറും ടോക്സിക് വർക്ക് കൾച്ചറും നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം അത് ഒരിക്കലും ഒരു ചെറിയൊരു കാര്യം തന്നെയല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ വലിയൊരു ട്രോമ കൊണ്ടുവരുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽസ് ആണെങ്കിലും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആ കാര്യം അറിയാവുന്നത് തന്നെയാണ്. സോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടൊരു റീൽ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ റീൽ ഒന്ന് കാണുക, അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ പോരായ്മയിലേക്ക് ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് കാതറിൻ ഹാൻ തന്നെയാണ്. പുള്ളിക്കാരിയുടെ അഗേത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഭയങ്കര അനോയിങ് തന്നെയാണ്. പല സമയത്ത് നമ്മൾ പുള്ളിക്കാരിയുടെ വായിന്ന് വരുന്ന ക്രിഞ്ച് ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഐറോൾ ചെയ്തു പോകും, എന്ത് കോപ്പാണ് ഈ പെണ്ണുമ്പിള്ള പറയുന്നതെന്ന്. ആൻഡ് അത് കൂടാതെ നിങ്ങൾക്ക് 50 വയസ്സിന് മേലുള്ള മിൽഫ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യെസ്, കാതറിൻ ഹാൻ്റെ വക ഇതിനകത്തൊരു എന്താ പറയണ്ടേ, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിനകത്ത് മറ്റേ ഷെയിം വാക്ക് ഉണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ പുള്ളിക്കാരിയുടെ ഫുൾ നേക്കഡ് ആയിട്ടുള്ളൊരു വാക്ക് വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ആ ഫെറ്റിഷ് ഇഷ്ടമുള്ളവർക്ക് ഈ സീരീസ് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം തന്നെയാണ് ഈ സീരീസിൻ്റെ എക്സിസ്റ്റൻസ്, ഇതിൻ്റെ പ്രാധാന്യം. അത് ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ ചെറിയൊരു ക്ലിഫ് ഹാങ്ങറിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് എപ്പിസോഡ് 2 എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എത്ര ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. നിങ്ങൾ ഡു യു ഈവൻ കെയർ ടു വാച്ചിങ് ദിസ് സീരീസ് എന്നുള്ള ഒറ്റൊരു ചോദ്യത്തിനുള്ള ആൻസർ തന്നെ. പിന്നെ ഈ ഒരു സീരീസിനകത്ത് കോമഡിക് റിലീഫിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെക്കനുണ്ട് ഈ സീരീസിനകത്ത്. ആ ചെക്കൻ്റെ പേരെന്താന്നുള്ളൊരു കാര്യം അതൊരു മിസ്റ്ററിയാണ് ഇപ്പോഴത്തെ 2 എപ്പിസോഡ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. പക്ഷെ ആ ഒരു ചെക്കൻ അത്യാവശ്യം നല്ല കോമഡി റിലീഫ് ഉള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കമ്പയർ ടു അഗേതയെ വെച്ച് നമ്മൾ നോക്കണേ, അഗേത ഭയങ്കര അനോയിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ക്യാരക്ടർ ചത്താൽ മതി എന്ന് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അതാ ഞാൻ പറഞ്ഞ എപ്പിസോഡ് ഫസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് എനിക്ക് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിക്റ്റേറ്റീവ് വൈബ്, ആ ഒരു മിസ്റ്ററി ക്രൈം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നേരെ ഫാൻറ്റസിയിലേക്കും പിന്നെ യൂഷ്വൽ MCU ക്ലീഷയിലേക്കും ഈ ഒരു സീരീസ് തിരിച്ചെത്തി. സോ ഇതെല്ലാം തന്നെയാണ് എനിക്ക് അഗേത ഓൾ അലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ സീരീസിൻ്റെ പേര് പോലെ തന്നെ ഇതിനകത്ത് മൊത്തത്തോടെ അഗേതയും ഓൾ അലോങ് പുള്ളിക്കാരിയുടെ ടീമും തന്നെയാണ്. പുള്ളിക്കാരിയുടെ വിച്ച് ടീംസിനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അഗേത അവിടെ വന്നിട്ട് പറയും വിച്ചേഴ്സ് അസംബിൾ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പാത്തിൽ കൂടി നമുക്ക് നടക്കാൻ സാധിക്കൂ. സോ ഇത്രയൊക്കെയുള്ളൂ ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. ഇത് നിങ്ങൾ കാണണമെന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല. കാരണം ഈ ഒരു സീരീസ് കണ്ടിട്ട് എനിക്ക് ഒരു രീതിയിലും എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള MCUവിൻ്റെ വേഴ്സ് സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ആദ്യത്തെ 2 എപ്പിസോഡിൽ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും എനിക്കൊരു ആൻസർ എനിക്ക് നിങ്ങളോട് പറയാനില്ല. നിങ്ങൾ അത്ര ഡൈ ഹാർട്ട് ഫാൻ ആണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ എന്താണെങ്കിലും സീരീസ് ബാക്കിയുള്ള എപ്പിസോഡും കാണാൻ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അധികം ക്രിഞ്ച് വരുമ്പോൾ നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, സീരീസ് നല്ലതാണെങ്കിൽ നമ്മൾ ഈ ഒരു സീരീസിൻ്റെ ഒരു ഫുൾ ഫ്ലെജ് കംപ്ലീറ്റ് റിവ്യൂ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഞാനിപ്പോഴേ പറയാം, ഞാൻ ഒരിക്കലും ഒരു ബുക്കിനെ അതിൻ്റെ കവർ വെച്ച് ഞാൻ ജഡ്ജ് ചെയ്യുമല്ല. കണ്ടു തീർത്തിട്ട് തന്നെ ഫുൾ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളായിട്ട് വിലയിരുത്തുള്ളൂ. ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. അതോ നിങ്ങൾ ഐ ഡോണ്ട് കെയർ എന്നുള്ള രീതിയിലാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കൽ കൂടി പരിഗണിക്കാവുന്നത് തന്നെയാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് സ്ട്രോങ് ആക്കി 100K എത്തിക്കാൻ സാധിക്കുള്ളൂ. അത് നിങ്ങളും വിചാരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിങ്ക്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. സോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ awesome. See you guys next episode.